സോഷ്യൽ പ്രോസലിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. നമ്മൾ ഇന്ന് മെയിനായിട്ട് സ്ക്രിപ്റ്റിന്റെ കാര്യങ്ങളാണ് ചെയ്തത്. സ്ക്രിപ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ കുറച്ച് പോയിന്റ്സ് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചു. അതുകൂടാതെ തന്നെ ഇന്നലെ നമ്മൾ റെഫർ ചെയ്ത വീഡിയോസിൽ നിന്ന് അത്യാവശ്യം നല്ലതെന്ന് തോന്നിയ കുറച്ച് ആർട്സുകൾ നമ്മൾ എടുത്തു. അതിലെ സ്ക്രിപ്റ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് റെഫർ ചെയ്തിട്ട് നോട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച പോയിന്റ്സും ഈ സ്ക്രിപ്റ്റും കൂടി കമ്പൈൻ ചെയ്താണ് നമ്മൾ ജസ്റ്റ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുകൂടാതെ നമ്മൾ ChatGPT യൂസ് ചെയ്തിട്ടുണ്ട്. ChatGPT അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇൻ കേസ് നിങ്ങൾ ഇപ്പം ഫസ്റ്റ് ടൈമൊക്കെയാണ് ആർട്സ് ബൺ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ വലിയ ഐഡിയാസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ChatGPT യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാണിക്കുമെങ്കിൽ ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ജസ്റ്റ് ഈ പ്രോംപ്റ്റ് കൊടുത്ത് ജനറേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും. ഒരു എയ്ഡ ഫോർമാറ്റിലുള്ള അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ വിഷ്വൽസാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വോയിസ് ഓവർ കൊടുക്കേണ്ടത്, കോൾ ടു ആക്ഷൻ എന്താണ് യൂസ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവരതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്ക്രിപ്റ്റുകൾ റെഡിയാക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് അവർ തന്നേക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങൾ ഇൻ മലയാളം എന്ന് ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മലയാളത്തിലുള്ള ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് വേറെ സ്ക്രിപ്റ്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് ഞാൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. ChatGPTയും ഇന്നലത്തെ റെഫറൻസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്താണ് ഞാൻ ചെയ്തേക്കുന്നത്. കണ്ടന്റ് റൈറ്റേഴ്സിൻ്റെ ഹെൽപ്പൊന്നും നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ക്രിപ്റ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് വോയിസ് ഓവർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെയും നമ്മൾ ചെറിയ രീതിയിൽ AI യൂസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ നാളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം സോഷ്യൽ പ്രോസലിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും.